ആരും അറിയാതെ, നിങ്ങൾ നോക്കി നോക്കി, ആരും അറിയാതെ ഞാൻ സാമച്ചാനങ്ങളൊക്കെ ചെന്നിട്ട് രാത്രിക്ക് രാമാനം ജോയിച്ചാൽ ഓർത്തടിച്ചു, ഞങ്ങൾ ഇതെടുത്ത് മാറ്റി. വിളക്കം വണ്ടി കൊണ്ടുവന്നു, ജനിമോട്ടിച്ചു. രാവിലെ കയ്പ് അടുത്ത് യേശു നിന്റെ അടുത്തുനിന്ന് പോയാൽ നീ കയ്പാന്ന് പറഞ്ഞു. എന്നെ സന്തോഷമേന്ന് വിളിക്കണ്ട, പാളയെന്ന് വിളിച്ചാൽ മതി, കയ്പെന്ന് വിളിച്ചാൽ മതി. എന്താ വലിയ അർത്ഥം അറിയാമോ? ഈ വേദന വിട്ടപ്പോ എന്റെ കൂടെ നിന്ന ദൈവ സാന്നിധ്യം എന്നെ വിട്ടുമാറി. ആര് പറഞ്ഞ വാക്കെന്നറിയാമോ? ഓ, നവോമി പറഞ്ഞ വാക്ക. ഇന്ന് പകൽ സന്തോഷത്തോടെ നിൽക്കുവാൻ നിന്നെ ദൈവം കണ്ടിരിക്കുക. എവിടെന്നറിയാമോ? അപ്പത്തിന്റെ ക്ഷാമം വന്നാലും, അപ്പത്തിന്റെ ക്ഷാമം വന്നാലും, ഓ, നവോമിയെ പരിചയമുള്ളവന്റെ പ്രാണനൊന്നും പോയിട്ടില്ല. പക്ഷെ നവോമി കുടുംബമായി പറന്നുപോയി, ഒറ്റയ്ക്ക് മടങ്ങി വന്നു. സ്തോത്രം. എന്നെ സന്തോഷം വിളിക്കണ്ട മാറേന്ന് കയ്പേന്ന് വിളിച്ചാൽ മതി. എപ്പോഴാ കഴിക്കുന്നത് അറിയാമോ? ഈ വൃക്ഷം വെട്ടി അതിൽ നിന്ന് മാറ്റപ്പെട്ട് അതിൽ കിടന്നാൽ മധുരമാണ്. ഇതിന്ന് പുറത്തു പോയാലോ പിന്നെ നമ്മള് കയ്പ സ്തോത്രം. സ്വന്തം പറയാൻ പറ്റും. വെട്ടിയിട്ടു വെള്ളം മഴമായി തീർന്നു. ഈ വൃക്ഷം അവിടെ കിടക്കുന്ന സമയത്തോളം നീ കഴിക്കുമോ? വൃക്ഷം അവിടെ കിടക്കുന്ന കാലത്തോളം കഴിക്കുമോ? നീ അടുത്ത മർമ്മം പറയാൻ പോവുക. അടുത്ത വാക്യം വായിച്ചോ മോനെ, വായിച്ചോ. വെള്ളം ഒന്നുമായി തീർന്നു, മധുരമായി തീർന്നു. എന്നിട്ട് കേട്ടോ, മധുരമാക്കി തീർത്ത മധുരം കുടിക്കാൻ നേരത്ത് ഒരു ചട്ടം ഞാൻ പറയാൻ പോകും. മധുരം കുടിക്കാൻ നേരത്ത് വായിച്ചോ പെങ്ങളെ. കേട്ടോ, നിങ്ങൾ ഒറ്റ കാര്യം ചെയ്യണം. ദൈവത്തിന്റെ വാക്ക് എങ്ങനെയും വന്നിരുന്ന് ആരാധിച്ചാൽ എങ്ങനെയും പ്രാർത്ഥിച്ചു പോയിക്കോണം. നീ നിന്റെ ദൈവമായ വാക്ക് പറഞ്ഞേ. ദൈവം മനസ്സിലായ വീട്ടിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു പ്രശ്നം വന്നതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ ദൈവം പറഞ്ഞു അവരുടെ പ്രശ്നം മുഴുവൻ മൂലകാരം അവരാണ് പറഞ്ഞു. സ്വത്രം നീ ഈ കർത്താവ് പിന്മാറിയ സ്വത്രം വേരുണക്കുമെന്ന ദൈവം പറഞ്ഞു. പോകരുത്. ശ്രദ്ധിക്കണേ. സ്വത്രം ദൈവത്തിന്റെ വചനം പറയുകയാണ്. നീ ദൈവത്തിന്റെ വാക്ക് ശ്രദ്ധയോട് കേട്ട് എന്തോ ചെയ്യണം? അവന് അവനെന്ത് ചെയ്യണം? ആർക്കാ? പാസ്റ്ററിന്. ആർക്കാ? ദൈവത്തിന്. അപ്പൊ തന്നെ പാസ്റ്റർ ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞുതരാം. എപ്പോഴൊക്കെ 13-ാം അധ്യായം 17-ാമത്തെ പറഞ്ഞു, നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരുപ്പി, അവർ കണക്ക് ബോധിപ്പിക്കേണ്ടതാണ്. അവര് സമയക്കാരൻ കൊണ്ടുവരല്ലേ. എന്റെ മോനെ എന്നെ ശുശ്രൂഷയിടാതെ കൊണ്ട് നിർത്താൻ ഞാനെന്താ പറയാ? അത് നന്നല്ല. അവരെന്തോ ചെയ്തല്ലേ? സന്തോഷത്തോടെ ചെയ്യാൻ നിങ്ങൾ ഇടവരുത്തണം. അങ്ങനെ വാക്യം ബൈബിളിൽ ചെയ്യോ? ഇവിടുത്തെ പ്രാർത്ഥന ലേഖനം 13-ാം അധ്യായം 17-ാമത്തെ വാക്യം. എന്തോ ചെയ്യണം? അവര് കീഴടക്കാൻ ശ്രമിക്കരുത്. നമ്മൾ ചില ഭാര്യമാര് കീഴടക്കായിരിക്കും പത്തക്കം വരത്തേക്കും കീഴടക്കാൻ വേണ്ടി മണ്ടയിൽ പറന്നു കയറും. നിങ്ങളെങ്കിൽ കീഴടങ്ങി കൊടുക്കാനാ പറഞ്ഞത്. സഭയോട് അതാ പറഞ്ഞത്. നിങ്ങളുടെ സഭ എന്ത് ചെയ്യണം? കീഴടങ്ങിയിരിക്കണം. അവരെന്തോ ചെയ്യണം? എനിക്ക് കണക്ക് ബോധിപ്പിക്കേണ്ടവരാ. സ്വത്രം. ദേവദാസനോട് പറയും, കർത്താവ് വരുന്നത് എന്നെ കണക്ക് കാണാം. ഞാൻ കണക്കൊന്നും എഴുതിയ കർത്താവ് സ്വത്രം. ഞാൻ ഇങ്ങനെ ഒരു പരുവത്തിൽ അങ്ങ് പോവായിരുന്നു. സ്വത്രം. നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഞാൻ പറയാം, അങ്ങനെ കണക്കില്ലാതെ പോകുന്നെങ്കിൽ ഞങ്ങളെല്ലാം ദൈവം എടുത്തിട്ട് ഇടിക്കും.
അതുകൊണ്ട് ദൈവമക്കളും ദൈവസഭയുടെയും കണക്കെന്ത് ചെയ്യണം? സ്തോത്രം ദൈവസന്നിധിയിൽ കൊടുത്തുകൊണ്ടിരിക്കണം. സ്തോത്രം. മാർച്ചിൽ എല്ലാം ഓഡിറ്റ് ചെയ്ത സ്തോത്രം. ഇൻകം ടാക്സിനും സെയിൽ ടാക്സിനും ഒക്കെ സ്തോത്രം. ഓരോ സ്തോത്രം ബിസിനസ് പരമായിട്ടുള്ളവരും വ്യക്തിപരമായിട്ടുള്ളവരൊക്കെ സ്തോത്രം അവരുടെ ഇൻകമിങ് ഒക്കെ സ്തോത്രം കറക്റ്റ് ചെയ്യുന്ന പോലെ ദൈവം പറഞ്ഞ സഭയിലെ വിശ്വാസികളുടെ കറക്റ്റ് ചെയ്യുന്ന ഭാഗങ്ങൾ ഉപവാസം കർത്താവ് തന്നെയാണ്. ഇങ്ങനെയൊക്കെയാണ് കർത്താവ് നീ കണക്ക് പറഞ്ഞത് ബാക്കി ധൈര്യമായിട്ടിരിക്കും. സ്വത്രം വരുന്നില്ല, സ്വത്രം പോയി. നിങ്ങളുടെ പെട്ടെന്ന് ചെയ്യുന്നത് കർത്താവ് എന്നെ കുറിച്ച് പാസ്റ്റർ എന്ത് വായിക്കുന്നു. നല്ലതുണ്ടേ നല്ലത് പറഞ്ഞിട്ടുണ്ട്. അടുത്ത നിങ്ങൾ നല്ലതുണ്ടേ നല്ലത് പറയുന്നു. ബിനുമോനെ നല്ലതുണ്ടേ നല്ല കാര്യം. ഞാൻ ബിനുമോനെ വിളിക്കാൻ ചെന്നു, വായിച്ചു ചെന്നു. ബിനുമോനോടില്ല. ബിനുമോൻ ഞാൻ വരും. കൈയൊക്കെ എടുത്ത് ഞങ്ങളുടെ സാബറിനെ കൊടുത്തു. നാളെ എനിക്ക് വായിച്ചപ്പോൾ അറിയാൻ വരത്തില്ല. ഞാൻ ഉള്ളി പറഞ്ഞു, ദൈവമേ സ്തോത്രം, ഇവരിപ്പം വരണ്ട, പിന്നെ വന്നാൽ മതി. ഞാൻ അവരോട് വന്നപ്പോ ഇങ്ങോട്ട് പോയി പറഞ്ഞു, അങ്ങോട്ട് പോകുമ്പോഴേ പറഞ്ഞ പോയെ സ്തോത്രം. പ്രൈസലോ. അതുപോലെ സംഭവിച്ചു. പുള്ളി വന്നില്ല. അവനെ ഞാൻ ദൈവദാസമായി ദൈവത്തിനെ സ്തോത്രം. അവനെ ദൈവം ആരാകുന്നു ഒന്ന് മനസ്സിലാക്കുക. ഞങ്ങളെ പരിചയപ്പെടുത്തണ്ട, പക്ഷെ ഞങ്ങളുടെ ഭൂമി നഷ്ടപ്പെട്ടു പോകല്ലേ. അങ്ങനെ പറയും. ഞാൻ പറഞ്ഞില്ലോ, ചോദിച്ചോ. അതിൽ പിന്നെ അവന് പനി പിടിച്ചു, വിറയിൽ പിടിച്ചു. സ്വസ്ഥത കുളിരാൻ തുടങ്ങി. 10 പുറപ്പെട്ടാലും കുളിർ മാറിയില്ല. തീരുമാനത്തിലേക്ക് വന്നു. സ്വന്തം പറഞ്ഞാട്ട് ജോസഫ് പാസ്റ്ററോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ജോസഫ് പാസ്റ്റർ വരുമ്പോ എത്ര സ്നാനമോ നടക്കാൻ പോകുന്ന അറിയാവോ? എല്ലാരും ഒറ്റ നൂലാമാരി ആവുന്നേ. പാസ്റ്റർ എന്റെ തോന്നി നമുക്കൊരു സംശയം വരുന്നു. പാസ്റ്റർ 3 മാസം മുമ്പേ വരണ്ടായിരുന്നു. ഇവരൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സംശയം. സ്തോത്രം പറഞ്ഞാട്ട് ഇവരെല്ലാം കൂടി പ്രാർത്ഥിക്കാൻ കർത്താവേ ഇപ്പോഴേ ആയിക്കണ്ട, അവിടെ നിൽക്കട്ടെ പുള്ളി. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. Praise the Lord. 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 കഴിഞ്ഞ ദിവസം ജോസഫ് പാസ്റ്റർ പറഞ്ഞ സ്വന്തം എന്റെ മക്കളെ കാണാൻ എനിക്ക് കൊതിയാകുന്നു. പറയാൻ പറ്റുമോ? ഇവരങ്ങനല്ല. ചിലര് പ്രത്യേകിച്ച് 10 വർഷം ഇപ്പോഴൊന്നും വേണ്ട കർത്താവേ, ഞങ്ങൾക്ക് വിസ കിട്ടി ഞങ്ങൾ അങ്ങോട്ട് പോയി കണ്ടോളാം എന്തൊക്കെ പ്രാർത്ഥിക്കുന്നത്. ദൈവമേ സംഭവിക്കല്ലേ. സംഭവിക്കുന്ന സ്വത്രം കൊണ്ട് സ്നാനം കാണാൻ ഞങ്ങൾക്ക് സ്വത്രം പറഞ്ഞാട്ടോ. ദൈവമക്കളെ എന്ന് പറയാൻ ശ്രദ്ധിക്കണേ. സ്തോത്രം. നീ അവനോട് ചേർന്നിരിക്കണം, നീ അവനെ പ്രസാദമുള്ള ചെയ്യണം. ചെയ്യുന്നത് കൊണ്ട് സുവായിച്ചു പോണേ. പുറപ്പാട് പുസ്തകം സകല വിധികൾ നിങ്ങൾ പ്രമാണിക്കുകയും ചെയ്താൽ ദൈവം പറഞ്ഞു, ഇസ്രായേലിന് വരുത്തിയ ഒരു ബാധയും എന്ന് പറഞ്ഞാൽ നിന്റെ വീട്ടിൽ കൊണ്ടുവന്നാലും കൂടോത്രം ഇട്ടാലും അവന്റെ പൈസ പോയി. നീ അനുഗ്രഹിക്കപ്പെട്ടു. സ്വത്രം പറഞ്ഞ ഞാൻ പറയാം, ചില കോഴി മുട്ട കൊണ്ടുവന്ന ചില വീട്ടിൽ കൊണ്ടുവന്ന് മുട്ട കൊണ്ടുവന്ന് വെക്കുന്ന അറിയാമോ? നിങ്ങളുടെ വീട്ടിൽ മുട്ടയില്ല സ്വന്തം എന്ന് ആർക്കറിയാം? പിശാചിനറിയാം. ഇപ്പൊ നിങ്ങളുടെ കോഴി അടയായിരിക്കുന്നത് ആർക്കറിയാം? ഇപ്പൊ ദൈവം പറഞ്ഞു വിടാം, മുട്ടയും ചെയ്തിട്ടോളാൻ പറഞ്ഞു. പക്ഷെ മുട്ട കാണുമ്പോഴേ ഞാൻ പറയാം, സ്വന്തം പ്രീസല്ലോ നമ്മുടെ പകുതി ജീവൻ പോവുക. നമ്മൾ നേരെ മറിച്ച് വേറൊരു കാര്യം ചെയ്ത യേശുവിന്റെ രക്തത്താൽ വെള്ളം എടുക്കടി. സ്തോത്രം. വെള്ളം എടുത്തു, രക്തത്താൽ ജയം വെള്ളത്തിൽ വെച്ചു, മുട്ട എടുത്തു. സ്തോത്രം. മുഴുകിക്കോ, ഞാൻ കഴിക്കാൻ പോവാ. നിങ്ങൾ ഇവിടെ കഴിച്ചോണ്ടിരിക്കുമ്പോൾ അറിയാം. സ്തോത്രം. ഞാൻ പറയാം, വിളിച്ചു നേരത്തെ സാധനം അപ്പുറത്തുമല്ല വന്നെങ്കിൽ പുള്ളിക്കാരി അവൻ എങ്ങനെ ചോദിക്കും? ഇങ്ങനെ കണിയാൻ പറ്റത് ആരും മുട്ട തിന്നാന്ന് വെളിപ്പെട്ടു. അല്ല പുള്ളി കിട്ടിയോ? ആ തന്റെ അടുപ്പിക്കുന്നുണ്ടോ ചോദിച്ചേ. എന്റെ മോന്റെ മാസ്റ്റർ ഇപ്പോഴും ഞങ്ങൾ അതുവഴി പോകുമ്പോ പോക്കറ്റിൽ നിന്ന് ചില്ലറ എടുത്ത് എന്ത് ചെയ്യും? ഞങ്ങൾക്ക് വിശ്വാസമില്ല, പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്യും? ഒരു വിശ്വാസമില്ല. എവിടെ വിശ്വസിക്കാൻ? ആരെ വിശ്വസിക്കാൻ? പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല.
സ്വന്തം അതുവഴി പോകുമ്പോ ആരും കാണാതെ ഒരു ഇടിയില്ല. ഞാൻ പറയാം, കുഞ്ഞെ ചെയ്യണ്ട, അങ്ങോട്ട് പോയാൽ മതി, നിന്റെ പേര് പറഞ്ഞ ഇത് പോലും എല്ലാം കൂടെ ഇന്ന് പകൽ തന്റെ ഇടത്തോടെ നിൽക്കാമെങ്കിൽ ഞാൻ പറയാം, ആരൊക്കെ എന്തൊക്കെ അഴിച്ചുവിട്ടാലും എന്തൊക്കെ അഴിച്ചുവിട്ടാലും അത് പാരമ്പര്യമാകട്ടെ, ജാതിക ശക്തിയാകട്ടെ, വചനവിരുദ്ധ ശക്തിയാകട്ടെ, എത്രമാത്രം കൂടോത്രം തുണ്ടിവാദമാകട്ടെ, നിന്റെ പേര് പറഞ്ഞ നിന്റെ രൂപം ഉണ്ടാക്കി നിന്റെ കൈകാലുകൾ പിരിച്ച് സ്തോത്രം കെട്ടി ഒതുക്കി നിന്റെ ഭൂമിക്ക് അടി കൊണ്ട് കുഴിച്ചിട്ടാകട്ടെ, നീ അതിന്റെ മണ്ടേ കൂടെ ചവിട്ടിപ്പോയ ദൈവത്തിന്റെ പ്രവൃത്തികളിൽപ്പെടും. ഭാഷ മനസ്സിലാകുന്നുണ്ടോ? യേശു ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു. സ്തോത്രം പറയാൻ പറ്റുമോ? 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 ആമേൻ. ഞാൻ ദൈവമക്കൾ പറഞ്ഞ സ്തോത്രം. ഒരിക്കൽ സ്തോത്രം ഒരു വീട്ടിൽ കർത്താവിന്റെ ദാസന്മാരോ മറ്റാരും കേരളെന്ന് പറഞ്ഞു ഭസ്മം മന്ത്രം ചെയ്ത് ഇട്ടു. പ്രിയപ്പെട്ട സഹോദരി പ്രാർത്ഥന കഴിഞ്ഞിട്ട് സ്തോത്രം ചെയ്ത് തിരിച്ചു കയറിയപ്പോൾ അവർക്ക് കഴിക്കാനും വയ്യ, നിൽക്കാനും വയ്യ. ഞങ്ങളുടെ നാട്ടിൽ ഒരു സംഭവം. കർത്താവിന്റെ ദൈവത്തിന്റെ സ്തോത്രം കൃപയിൽ മാതാവൊക്കെ ഭവനത്തിൽ ഒരുപാട് എഴുതിയിരിക്കുന്നു. നമ്മൾ പ്രാർത്ഥിച്ചു, സ്തോത്രം ചെന്നു. നമ്മൾ ആ വീട്ടിൽ മറികടന്നപ്പോ മുതലുണ്ടല്ലോ, ഞാൻ വാസില്ല, മറികടന്ന് സ്തോത്രം തിരിച്ചു വിടുന്നപ്പോ ഇട്ടയാള് ഇട്ട തുണി ഊരിക്കളഞ്ഞിട്ട് ദൈവം ചൊറിച്ചില്ലെന്ന് തുടങ്ങി. ഇപ്പം ഫാഷന്റെ ഭാര്യ സ്തോത്രം നന്നായിരിക്കും. ഞാൻ പറയാം, നിന്റെ ദൈവം അസാധാരണ ദൈവം. നിന്റെ കൂടെ ദൈവം ഉണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ പറയാം, ഞാനും സ്വന്തം ചെറിമോനും ഇവിടെ ഇരിക്കുന്ന ജിബിനും എല്ലാം കൂടെ ഇപ്പൊ ഉണ്ട് സ്വന്തം. ഞാൻ ജോബി ബ്രദറും ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രൈസറോ 1-2 പേര് പ്ലസ്സരും ഞങ്ങളുടെ ബെന്നിയും ഒക്കെ ഇരിക്കുവാന്ന് ഞാൻ ചോദിച്ചു. ഇതുപോലൊരു മുട്ട കിട്ടി. അവൻ പറഞ്ഞ് കൂടോത്രം ചെയ്ത 4-5 സ്വന്തം ചിഹ്നങ്ങളൊക്കെ ഉണ്ട്. സ്വന്തം 2 തലയും സ്വന്തം തലയുടെ പടവും ഒരു ചന്ദ്രക്കോലയും ഒരു കൊമ്പും ഒരു ശൂലും കെട്ടിവെച്ചേക്കുക. ഞാൻ പറഞ്ഞത് കുഴികോട്ട് വാ, ഇവിടെ കൃപയുള്ള ഒരാൾക്ക് കൊടുക്കാൻ പോവാ. എന്തുമായിരിക്കും ചെറിയ പറയുന്നത്? നമ്മളെന്തുമായിരിക്കും പറഞ്ഞത്? ഇങ്ങനെ പറയാം, മാസ്റ്ററിന് ഏറ്റവും വലിയ കൃപ. സത്യം, ഞങ്ങൾ അപ്പോസ്തലല്ല, ഉറപ്പ്. ജോലി മാസ്റ്റർ ആരാന്ന് വിചാരം? ഞങ്ങളുടെ അപ്പോസ്തലൻ. അല്ലയോ ബെന്നി? ബെന്നി പറയാനല്ലയോ? ബെന്നി ഞാൻ പറയണ്ടല്ലോ ഉണ്ടോ? ഞാൻ ഇങ്ങനെ മിണ്ടുന്നില്ലേലും എനിക്കെല്ലാം നന്നായിട്ട് അറിയാം. ഞങ്ങളുടെ അപ്പോസ്തലനാ. സ്വന്തം ബ്ലസ്സൻ പറയും, എന്റെ ദൈവമേ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കൂടി പോകും, അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. അവസാനം മൊത്തം നമ്മൾ എന്ത് ചെയ്യും? ദൈവമക്കളൊന്ന് പകൽ പറയാം, ഒരു പ്രവൃത്തി വെളിപ്പെടാൻ പോവാ. എവിടെ പ്രവൃത്തി വെളിപ്പെടുന്ന അറിയാമോ? നിന്നെ വിളിച്ചിറക്കിയ ദൈവം അസാധാരണക്കാരൻ അറിയിക്കുന്നത് എന്തെങ്കിലും ഒരു അത്ഭുതം ആകാശത്ത് കാണിച്ചല്ല, നിന്നെ ഇവരുടെ നടുവിൽ ജീവിച്ച് കാണിച്ചു. വലിയ ശക്തമേറിയ മന്ത്രങ്ങൾ, തന്ത്രങ്ങൾ, വചനവിരുദ്ധ ശക്തികൾ എഴുന്നേറ്റ് വന്നാലും അതിന് നീനെ ഒന്ന് തൊടാൻ കഴിയത്തില്ലെന്ന് തിരിച്ചറിയുന്ന അഭിഷേകം വെളിപ്പെടുത്തുവാനാ എന്റെ ദൈവം ആഗ്രഹിക്കുന്നത്. ഒറ്റ വാക്ക്, നീ എന്റെ പ്രമാണവും വിധികളും പാലിച്ച മിസ്രൈമിൽ വരുത്തിയ ഒരു ബാധയും നിനക്ക് വരത്തില്ല. നീ ദൈവത്തിന്റെ കൂടെ ചേർന്ന് മിസ്രൈമി ബാധയ്ക്ക് നിന്റെ അടുത്ത് വരാൻ പറ്റത്തില്ല. എക്സാമ്പിൾ പറയാൻ പോവാ. പിശാച് മിസ്രൈമി ബാധ ഇങ്ങനെ വരുവാന്ന് വിചാരിച്ചു. മിസ്രൈമി ബാധം ചെയ്യുക, ഇങ്ങനെ വരുക, വന്നോണ്ടിരുന്നപ്പോ നമ്മുടെ വീട്ടിൽ വന്നിട്ട് എന്ത് ചെയ്തു? മണിയടിച്ചു. അതിന് വാതിൽ തുറന്നു. നിന്റെ ദൈവത്തിന് ഉണ്ടെങ്കിൽ പറയാൻ പോകുന്ന കാര്യമാണ്. കഥവ് തുറന്നു. അങ്ങനെ തുറന്നു. 2 കൊമ്പൊക്കെ വെച്ചിരിക്കുക. എന്നെ പിശാചെ വീട് മാറിപ്പോയി, സോറി, ഇനി മേലെ അവിടെ വന്ന് ചുടിയാതെ കേട്ടോ. സ്വത്രം പറഞ്ഞ
സ്വോത്രം, 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 സ്വോത്രം പറ, സ്വോത്രം പറ. അവിടെ നേരെ നമ്മുടെ റീച്ചാൻഡോട്. അപ്പൊ ഞാൻ പറയാം, ഈ കഥമൊക്കെ തുറക്കുമ്പോഴും സ്വോത്രമൊക്കെ പറഞ്ഞിട്ടേ തുറക്കാവൂ കേട്ടോ. സ്വോത്രമൊക്കെ പറഞ്ഞിട്ടേ തുറക്കാവൂ. അപ്പൊ തുറന്നുണ്ടേ കുട്ടി പിശാചി ചോദിച്ചു, എന്താ വേണം? വീട് മാറ്റി. വീട് മാറിയതല്ല കേട്ടോ. അവൻ നോക്കിയത് കേരളം വല്ല പഴുതെന്നോ അറിയാൻ വേണ്ടിയാ. പക്ഷെ നമ്മെ നോക്കിയപ്പോ നമ്മൾ അറിയാത്ത ദൈവത്തിന്റെ അത്യന്ത ശക്തി, നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത നിലയിൽ നമ്മുടെ ശരീരത്ത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവശക്തി നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിലും ദൈവത്തിന്റെ ആത്മാവുള്ള ദൈവമല്ലേ സ്തോത്രം. നീ തിരിച്ചറിഞ്ഞില്ലെങ്കിലും തിരിച്ചറിയാൻ കഴിയും. എത്രവർക്ക് എന്റെ ഭാഷ മനസ്സിലാകുന്നോ എന്നവൽ സ്തോത്രം പറഞ്ഞാത്ത, മനസ്സിലാകുന്നോ സ്തോത്രം പറഞ്ഞാത്ത, മനസ്സിലാകുന്നോ സ്തോത്രം പറഞ്ഞാത്ത എന്ന് പറഞ്ഞാൽ നിന്നെ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു ദൈവശക്തി നീ തിരിച്ചറിയുന്നില്ലെങ്കിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ അഭിഷേകം വ്യാപരിച്ചത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഒറ്റ വാക്കോടും പറഞ്ഞ് പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായം 13, 14, 15 വാക്യങ്ങൾ വായിപ്പാൻ ആഗ്രഹിക്കുന്നു. കേട്ടോ, അവരിപ്പോ രണ്ടു തുടങ്ങി. പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ആരോട് പറഞ്ഞു? ഒരു ഭൂതത്തോട്. ആന്റി പറഞ്ഞു മോളെ. പുരോഹിതന്മാരുടെ മക്കളൊക്കെ ഇപ്പൊ എന്ത് ചെയ്യുക? മന്ത്രമൊക്കെ പഠിച്ചിട്ട് അതിന്റെ കൂടെ എന്തുകൊണ്ട് ചെയ്യുക? യേശുവിനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇനി അതിന്റെ ഒരു കുറവുകൂടെ വേണ്ട, ഇതുകൂടെ ഇരുന്നോട്ടെ. നല്ല ബോധമാണെങ്കിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം എഴുതിക്കൂ, വായിച്ചു. ദുരാത്മാവ് കേട്ടോ, ദൈവാത്മാവല്ല, ദുരാത്മാവോട് പറഞ്ഞൊരു വാക്ക് കേട്ടോ. യേശുവിനെ അറിയാം. അപ്പൊ പറയുന്ന പോലെ അടുത്ത് നിന്നെ നീ സേവിക്കുന്ന യേശുവിനെ അറിയാം, നിന്നെ പിശാചുകൾക്ക് അറിയാം എന്ന് പറയാമോ? നിന്നെ അറിയാം, എന്നെ യേശുവിനെ അറിയാം, ഇവിടെയുള്ള സകല പിശാചുകൾക്കും. നമ്മൾ ഇറങ്ങി പോകുമ്പോ കർത്താവ് പറയാം, എന്റെ മോൻ പോയി അനുഗ്രഹിക്കപ്പെട്ട സുഹൃത്തുക്കൾ ഞാനൊരു കൂടെ പോവാം. സാത്താനുണ്ടെന്ന് പറയും, ഇവൻ എവിടോട്ടാ പോന്നെ? ഇന്ന് ഏത് വീട്ടിൽ കയറി എന്നെ അഴിക്കാനാ പോന്നെ? സ്തോത്രം പറഞ്ഞാട്ട്, സ്തോത്രം പറഞ്ഞാട്ട്, സ്തോത്രം പറഞ്ഞാട്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ ആരാധിക്കുന്ന ഒരു കാര്യമുണ്ട്, നിന്നെ ദൈവത്തിന് നന്നായി അറിയാം. അപ്പൊ തന്നെ ആർക്കും അറിയാം, പിശാചിനും. അപ്പൊ ഞാൻ ചോദിക്കാം, നമ്മളെ കുറിച്ച് അറിയാൻ പറ്റില്ല. ഇവിടെ എവിടെയെങ്കിലും ഉള്ളിടത്ത് അതിനെല്ലാത്തിനടുത്ത് പോയി ചോദിക്കുക, പിള്ളേർ പിന്നെ അവനൊരു പെണ്ണനമാണ് യേശുവിന്റെ നാമത്തിൽ എന്റെ നേരെ അവൻ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്തേ നിറച്ചുകൊണ്ട് ഒരു പോക്ക് വഴി നിങ്ങളുടെ തോന്നണം. അബ്രഹാം സ്തോത്രം പറഞ്ഞു വിട്ടപ്പോൾ ഹാഗാർ മുമ്പിൽ തുറന്നു കിടന്ന വഴികളുടെ നടുവിൽ ദൈവജലെത്താൻ പോവുക. എത്ര പേര് വിശ്വസിക്കും? ഇന്ന് മകൾ എനിക്ക് പരീക്ഷ വന്നിട്ടുണ്ട്, പക്ഷെ ഒരു പോക്ക് വഴി, ഒരു പോക്ക് വഴി, ഒരു പോക്ക് വഴി, ഒരു പോക്ക് വഴി ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. മരുഭൂമിയിൽ യേശു തന്റെ ശിഷ്യന്മാർക്ക് അപ്പം കൊടുക്കാൻ ശിഷ്യന്മാരോട് യേശു പറഞ്ഞപ്പോ അവർ ഞെട്ടിപ്പോയി. പക്ഷെ അവർക്കറിയാം ഒരു പോക്ക് വഴി, ഒരു കൊട്ട മറഞ്ഞത് അവരുടെ തലവെക്കാൻ. പരീക്ഷിച്ച് ചോദിക്കുന്ന എന്തിനാ ചോദിച്ചാൽ നിന്നെ ഇല്ലായ്മപ്പെട്ട് നടത്തുവാനല്ല. സ്തോത്രം, നീ ഇല്ലെന്ന് പറഞ്ഞിടത്തോ അതിശയമായി നടത്തുന്നൊരു ദൈവം അറിയിക്കാനാണ്. എത്ര പേർക്ക് എന്റെ ഭാഷ മനസ്സിലാകുന്നുണ്ട്? സർവശക്തൻ, 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 സർവശക്തൻ ഇവിടെ ഇറങ്ങി വരുന്നുണ്ട്, 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 ഇവിടെ ഇറങ്ങി വരുന്നുണ്ട്. വ്യക്തമായി ഇന്ന് പകൽ നാം ദൈവത്തെ ആരാധിക്കാൻ പോവുക, ഇന്ന് പകൽ വിശ്വസിക്കുക. ഒരു പോക്കുവഴി ഒരുക്കാൻ പോകുന്നു, ഒരു പോക്കുവഴി ഒരുക്കാൻ പോകുന്നു, ഒരു പോക്കുവഴി ഒരുക്കാൻ പോകുന്നു. ഇന്ന് പകൽ നീ എവിടെ ചോദ്യമായി നിൽക്കുന്നു അവിടെ അത്ഭുതം സംഭവിക്കാൻ പോകുന്നു. ഭവനത്തോട് ബന്ധമായിരിക്കാം, ജോലിയോട് ബന്ധമായിരിക്കാം,
ചുമതലമായിരിക്കാം, ദൈവമായിരിക്കാം, ദൈവനാമം വളർത്തുന്നതിന്റെ നിലവാരമായിരിക്കാം. ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരുമ്പോൾ ഇന്ന് രോഗശാന്തി മാത്രമല്ല, ഈ രോഗം എവിടെ നിന്ന് വന്നു, ഏത് കാരണങ്ങളുമായി, എന്തുകൊണ്ട് അതിന്റെ ശരീരത്ത് ഇതിന്റെ തലമുറ പിടിക്കപ്പെട്ടു കിടക്കുന്നു, ഇന്ന് മുതൽ അതിന്റെ വേര് വേഗം പിടിച്ചറിയാൻ പോവുക. അത്ഭുത വിടുതലുകൾ ശമനിക്കാൻ പോവുക. അടഞ്ഞ വഴികൾ തുറന്നു വരാൻ പോവുക. ഒരു പുതിയ അഭിഷേകം വെളിപ്പെട്ട് വരാൻ പോവുക. സാമ്പത്തിക ബുദ്ധിമുട്ട് മാറാൻ പോവുക. അസാധാരണമായ ശുശ്രൂഷ വെളിപ്പെട്ട് വരാൻ പോവുക. ശക്തത വൈദ്യരകൾ ദുഷ്ടതരെ ആദരവിൽ കൊള്ളുക. ആത്മാവിന്റെ ശക്തിയുള്ളവർ ഇന്ന് മുതൽ വെളിപ്പെടുത്തരുത്. ആത്മാവിന്റെ ശക്തിയുള്ളവർ ഇന്ന് മുതൽ വെളിപ്പെടുത്തരുത്. ആത്മാവോ ഇന്ന് മുതൽ വെളിപ്പെടുത്തരുത്.